ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മുടെ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വെച്ച് പുതിയൊരു വ്ലോഗ് അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് വ്ലോഗ് എന്ന് പറയുന്നത് എംലൂസിൻ്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ആയിരുന്നു കേട്ടോ. എംലൂസിൻ്റെ ബർത്ത്ഡേ ജൂൺ 8 ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ വ്ലോഗൊന്ന് എഡിറ്റ് ചെയ്ത് ഇടാനൊന്നും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അതാണ് ഇത്രയും ലേറ്റ് ആയത്. ദാണ്ട് ഈ ഒരു വീഡിയോ കണ്ടോ, ഇത് എംലൂസിൻ്റെ ബർത്ത്ഡേയുടെ തലേന്ന് ഞാൻ എംലൂസിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു ചെറിയ രീതിയിലൊന്ന് സെറ്റ് ചെയ്യുന്നതിനാണെങ്കിലും എനിക്കിത് ഭയങ്കര ടഫായിരുന്നു കേട്ടോ. കാരണം എംലൂസിന് റൂമിലോട്ട് കയറാത്ത രീതിയിൽ എനിക്ക് ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഫേസിൽ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഫസ്റ്റ് പുള്ളി റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു റൂമിൽ കയറാൻ വേണ്ടി. പിന്നെ റൂം തുറന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കയറിക്കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ അവൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഫേസിൽ കാണാൻ പറ്റി. അത് തന്നെ ഭയങ്കര ഒരു അങ്ങനെ നേരെ എംലൂസ് ബെഡിൽ കയറിയിട്ട് ബലൂൺസ് ഒക്കെ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവനൊരു ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ടൈമായിരുന്നേ. അപ്പം ഞാൻ നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാം. അങ്ങനെ പിള്ളേർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇവരെ ഒരു ഹാപ്പിനെസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അത് മാത്രമല്ല ഇവരുടെ മുഖത്ത് ഈ ചിരി കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. പിന്നെ കൂടാതെ നാളെ ഒരു സമയത്ത് ഇവർ വളർന്നു കഴിയുമ്പം ഇവരുടെ മെമ്മറീസ് എല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇവർ കാണുന്ന ടൈമിൽ അത് അവർക്കൊരു സന്തോഷമാകത്തില്ലയോ. നമ്മുടെ ഒന്നും ചെറുപ്പത്തിലുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ ഇത് കാണുമ്പോൾ എല്ലാം കൊണ്ടും അവർക്കും ആ ഒരു ടൈമിലും ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ പിന്നെ ഈ ഒരു തലേന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ബർത്ത്ഡേയുടെ അന്ന് നേരത്തെ ഞങ്ങൾ ബീച്ചിൽ വന്നായിരുന്നു. നമ്മൾ വെളിയിലാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ബീച്ചിൻ്റെ അടുത്ത് വന്നെയാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കണമായിരുന്നു. എംലൂസിന് ഈ ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവൻ അങ്ങോട്ട് ഓടി പോത്തതേ ഉള്ളൂ. പിന്നെ ഞാനും ഇക്കായി മാത്രമേ ഉള്ളായിരുന്നു ഈ ഒരു ടൈമിൽ. അങ്ങനെ എന്തായാലും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടോ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ നല്ലപോലെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു വീഡിയോ. അങ്ങനെ നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്, എനിക്കൊന്ന് ഫോട്ടോയെക്കാട്ടിയും കൂടുതൽ നമ്മൾ വീഡിയോസാണ് എടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഇവിടോട്ട് വന്നു കേട്ടോ. ഇവിടെ വെച്ചാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്. നമ്മൾ സന്ധ്യ ആകുമ്പോഴത്തേക്കാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അതിന് മുന്നേ ഞങ്ങൾ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടി എംലൂസിനെ പിടിച്ചപ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത്. എംലൂസ് അവിടെ കിടക്കുമായിരുന്നു. അവൻ എത്ര ഫോട്ടോ എടുക്കാൻ വിളിച്ചെന്ന് പറഞ്ഞാലും വരത്തില്ലായിരുന്നു കേട്ടോ. അവനങ്ങ് ഭയങ്കര സന്തോഷം ഈ മണ്ണിലൊക്കെ നിന്ന് കളിക്കാൻ.
അങ്ങനെ പിന്നെ സന്ധ്യയായപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കേക്ക് കട്ടിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. പക്ഷേ പിള്ളേർ രണ്ടുപേരും പിടിച്ചിട്ട് കിട്ടുന്നില്ല. അവർ രണ്ടുപേരും അവിടെ ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ഒന്ന് കാണാവേ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ നിൽക്കുകയായിരുന്നേ. ആ ഒരു പ്രത്യേക വൈബായിരുന്നു അവിടെ നിന്നപ്പോൾ കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. ഒരു 10 മണിയായി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണുന്നതാണ്. വരെ ബൈ.